നമസ്തേ, എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ വെച്ചിട്ടുള്ള പയർ മാങ്ങ കറിയാണ്. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. നന്ദി, നമസ്കാരം. നമസ്തേ, എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പയർ മാങ്ങ മുരിങ്ങക്കാൾ ഇട്ടിട്ടുള്ള ഒരു കറിയാണ്. അതായത് മാങ്ങ മാത്രം ഇട്ടിട്ടുള്ള കേട്ടോ, ഇതൊരു സ്പെഷ്യൽ കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇപ്പൊ മാങ്ങ മുരിങ്ങക്കോലുണ്ട്. അത് ഞാൻ ഈ ഒരു കടായിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഞാൻ ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് കുക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് ഇത് ഞാൻ കുക്ക് ചെയ്യാൻ വെക്കുകയാണ്. കുറച്ച് ഉപ്പും പിടിക്കാൻ വേണ്ടി കുറച്ച്. അപ്പൊ ഈ ഇതിലെല്ലാം നന്നായി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ചോറ് ഉണയിക്കാൻ ബെസ്റ്റ് കറിയാട്ടോ. അപ്പൊ ഞാനിത് ട്രൈ ചെയ്തപ്പോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് കാണിക്കുന്നത്. അപ്പൊ നമ്മള് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ ഇതൊന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്യാണ് കേട്ടോ. സോറി, ഓൺ ചെയ്തു. എന്നിട്ട് ഞാൻ ഇതൊരു ലിഡ് വെച്ച് അടയ്ക്കുകയാണ്. അപ്പൊ ഇത് മാങ്ങ അവിടെ കുക്കാവട്ടെ. ആ നേരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇപ്പോഴത്തെ ഗ്യാസിൽ ഞാൻ പയറ് നന്നായിട്ട്, വൻപയറില്ലേ, അത് നന്നായിട്ട് കുക്ക് ചെയ്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇത് കഴിയുമ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ആ നേരത്തിനുള്ളിൽ ഞാൻ ഇതിന്റെ മിക്സി പാത്രത്തിനകത്തോട്ട് കുറച്ച് തേങ്ങ, ചെറിയ ഉള്ളി, ഒരു 3-4 എണ്ണം, ജീരകം, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഈ തേങ്ങ അരച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ ഇതിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് അരക്കട്ടെ ഞാൻ. അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ഓൾറെഡി മാങ്ങ കുക്ക് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. അത് തിള വന്നു. അപ്പൊ ഞാനത് അവിടെ കുക്കാവട്ടെ. ഇത് അരച്ചിട്ട് വരാം. അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യണേ. അപ്പൊ ഇത് ഓൾമോസ്റ്റ് ആയി തുടങ്ങിട്ടോ. നമുക്കപ്പൊ അതൊന്ന് തൊട്ട് നോക്കിയാൽ അറിയാം. ഇതുകൊണ്ട് ഇതിങ്ങനെ താഴേക്ക് കട്ടായിട്ട് പോകുന്നുണ്ടെങ്കിൽ ആയി. അപ്പൊ മാങ്ങയായി. ഇതത്ര ഒരുപാട് അങ്ങനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ഗ്യാസ് ഒന്ന് സിമ്മിലാക്കിയിട്ട് ഞാൻ ഈ പയറ് കുക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതും കൂടിയും ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പൊ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കറി എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞു തന്നത്. അങ്ങനെ ഞാനാണെങ്കിൽ ഇങ്ങനെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ പുതിയ കറികളൊക്കെ ഉണ്ടാക്കാൻ. അപ്പൊ ഉണ്ടാക്കി നോക്കിയപ്പോ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന് കേട്ടോ. നിങ്ങൾക്ക് അറിയണ കറിയാണോന്ന് അറിയില്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. മത്തങ്ങയും പയറും എരിശ്ശേരി ഉണ്ടാക്കാറുണ്ട്. അപ്പൊ വൻപയർ യൂസ് ചെയ്യാറുണ്ട്. മാങ്ങയിലൊക്കെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. പക്ഷെ ആദ്യം എന്ന് വെച്ചാൽ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോ ഉണ്ടാക്കണേ. ഞാൻ ഓൾറെഡി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്ന്. അപ്പൊ ഇത് കണ്ടില്ലേ, ഇപ്പൊ ഞാൻ അരച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. ആ അരപ്പും കൂടി ഇതിലേക്ക് ചേർക്കുകയാണേ. അതായത് ഒരു വെറൈറ്റി കറി, നല്ല ടേസ്റ്റും ഉണ്ട്. ഒരു വെറൈറ്റി കറി, മാങ്ങയും കൂടി, മാങ്ങയല്ല ഈ അരപ്പും കൂടി ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്തു കേട്ടോ. അപ്പൊ കണ്ടില്ലേ നിങ്ങൾ. ഇനി കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒന്ന് കുറുകും. കാരണം ഇത് ഓൾറെഡി നമ്മൾ പയറിട്ടതുകൊണ്ട് ഈ കറി കുറച്ച് ഇരുന്നാൽ കുറച്ച് കുറുകും. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ മിക്സി ഒന്നും കൂടി ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടൊരു കറിയാണ്. നമ്മള് എന്താ പറയാ, ചോറിനൊക്കെ പറ്റിയ കറിയാണ് കേട്ടോ. അപ്പൊ പയറ് ഞാനിപ്പോ എടുത്തേക്കണത് ക്വാണ്ടിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പിനാണ് ഞാൻ പയറെടുത്തത്. 1 കപ്പ് പയറെടുത്തു. ഒരു പച്ചമാങ്ങ എടുത്തു. മാങ്ങ നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് ഒരു മാങ്ങ എടുത്തു. പിന്നെ മുരിങ്ങാക്കോല. ആ മുരിങ്ങാക്കോല എന്ന് പറയുന്നത് നമ്മള് സാമ്പാറിനൊക്കെ ഇടുന്ന പോലെ കട്ട് ചെയ്തിടരുത് കേട്ടോ. അത് ഇതുപോലെ ചെറിയ പീസായിട്ട് ഇടണം. അപ്പൊ എന്നിട്ട് ഞാൻ തേങ്ങ അരക്കണേല് പറഞ്ഞല്ലോ, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 മഞ്ഞൾപ്പൊടി, ഒരു 3-4 ചെറിയ ഉള്ളി, തേങ്ങ, ജീരകം, അതാണ് അരപ്പ് കേട്ടോ. ഇത് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോ കുറച്ചും കൂടി ഉപ്പിടണം. അപ്പൊ ഉപ്പ് നോക്കിയപ്പോ കുറച്ച് ഉപ്പിടണം, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ കറക്റ്റാണ്.
അപ്പം ഞാൻ കുറച്ച് ഉപ്പിടുന്നു, കുറച്ച് ഇടുന്നുള്ളൂ, എടുക്കട്ടെ. ഇതാ ഇത്ര ഉപ്പ് കൂടി ഇട്ടു. എരിവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് തിളച്ചിട്ട് തിളയ്ക്കണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ തിളച്ചാൽ പെട്ടെന്ന് നിർത്താം, കാരണം ഓൾറെഡി മാങ്ങയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ ഇപ്പൊ നല്ലോണം തിളച്ചു. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ അവിടെ ഇതാ കടുക്, മുളക്, കരിവേപ്പില, പിന്നെ ഞാൻ ഒരു 1/2 സ്പൂണ് മുളക് പൊടിയും കൂടി ഇത് ഫ്രൈ ചെയ്തിട്ട് അതിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലിട്ടു. അപ്പോൾ ഈ കറിയുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണിത് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഒരു വെറൈറ്റി കറിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റിയാണ്. ഇപ്പൊ മാങ്ങ സീസൺ ആവുമ്പോൾ മാങ്ങ ഒരുപാട്, മിക്കവാറും നമ്മുടെ കേരളത്തിൽ മിക്ക വീടുകളിലും മാങ്ങ ഉണ്ടാവൂല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് നിങ്ങളെ ഒന്ന് കാണിക്കുകയും ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. കണ്ടില്ലേ? ഇപ്പൊ ഒരുവിധം കുറച്ച് ലൂസായിട്ടാണ് ഞാൻ വെച്ചത്. ഇനി അത് ഇരുന്ന് കുറച്ച് കുറുകും, പയറൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി കാണണം. അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ്സ് എഴുതണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്തൊരു റെസിപ്പിയായി വരുന്നവരെ ബൈ.